ഡോക്ടർ ഓൺ ദ എഡ്ജ് എപ്പിസോഡ് 2 ആരംഭിക്കുന്നത് ജിയുയും ഹാറിയും കടൽ തീരത്ത് നിൽക്കുന്ന ഒരു രംഗത്തോടെയാണ്. തുടർന്ന് കഥ അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംഭവങ്ങളിലേക്ക് മടങ്ങുന്നു. ഹാറി ജിയുയ്ക്ക് ഒരു ഹെഡ്ഫോൺ നൽകുന്നു, പക്ഷെ അതിന്റെ ബാറ്ററി ഉടൻ തീരുകയാണ്. അന്തരീക്ഷം കുറച്ച് സൗഹൃദപരമാക്കാൻ അവൾ അദ്ദേഹത്തിന് ഒരു മിഠായി നൽകുകയും കഴിഞ്ഞ ദിവസം ബോധരഹിതനായി കിടക്കുമ്പോൾ അദ്ദേഹം സിയോനു എന്ന പേര് ആവർത്തിച്ചു പറഞ്ഞിരുന്നതായി പറയുകയും ചെയ്യുന്നു. എന്നാൽ ഈ പരാമർശം ജിയുയെ അസ്വസ്ഥനാക്കുന്നു. കാരണം അവൾ തന്റെ സ്വകാര്യ പരിധി ലംഘിച്ചുവെന്നാണ് അവന് തോന്നുന്നത്. കോപത്തോടെ ജിയുയി ഒരു സുഹൃത്തിന്റെ ക്ലിനിക്കിലേക്ക് മരുന്ന് വാങ്ങാൻ പോകുന്നു. ഹോസ്പിറ്റലിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ഫെറിയിൽ ഉറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞ് തന്റെ അഭാവം ജിയുയി വിശദീകരിക്കുന്നുണ്ട്. മുറിയിൽ ഒറ്റയ്ക്കായപ്പോൾ അദ്ദേഹം ഹാറി നൽകിയ മിഠായിയും സ്വന്തം മരുന്നുകളും വലിച്ചെറിയുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ചില മറിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ദിവസം ലീ ജാങ്സു എന്ന പ്രായമായ ഗ്രാമവാസി ആരോഗ്യ കേന്ദ്രത്തിലെത്തുന്നു. ഗ്രാമമുഖ്യന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറയാനായി യുവജന സംഘടനയുടെ പേരിൽ അദ്ദേഹം ബെൽ ഫ്ലവർ വേരുകൾ സമ്മാനമായി കൊണ്ടുവരുന്നുണ്ട്. തന്റെ ഭാര്യയ്ക്കും തനിക്കും വേണ്ട മരുന്ന് വാങ്ങുവാനാണ് അദ്ദേഹം വന്നത്. ജാങ്സുവിന്റെ ചുമ ന്യൂമോണിയയിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന് ജിയുയി മനസ്സിലാക്കുന്നു. അതിനാൽ 3 ദിവസത്തേക്കുള്ള മരുന്ന് മാത്രം നൽകി വീണ്ടും വരാൻ ആവശ്യപ്പെടുകയാണ്. ഇത് ഇഷ്ടപ്പെടാത്ത ജാങ്സു കോപത്തോടെ മടങ്ങുകയും പിന്നീട് ജിയുയിക്ക് നേരെ പരാതി നൽകുകയും ചെയ്യുന്നു. മിസ് ഹ്വാങ് ഗ്രാമവാസികൾ ആവശ്യപ്പെടുന്നത് എന്താണോ അത് നൽകുന്നതാണ് നല്ലതെന്ന് ജിയുയെ ഉപദേശിക്കുന്നു. എന്നാൽ തന്റെ മെഡിക്കൽ തീരുമാനങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. കുറച്ചു സമയത്തിന് ശേഷം ഗ്രാമമുഖ്യൻ വീണ്ടും എത്തി ജീവൻ രക്ഷിച്ചതിന് നന്ദിയായി മോങ് ഫിഷ് ലിവർ നൽകുന്നു. ഇതിലൂടെ ഗ്രാമമുഖ്യന്റെ വിശ്വാസം ജിയുയി നേടിയെന്ന് സഹപ്രവർത്തകർക്ക് മനസ്സിലാകുന്നുണ്ട്. അന്ന് രാത്രി വിശന്ന ജിയുയി ഒരു ബിയർ വാങ്ങാൻ പുറപ്പെടുന്നു. അവിടെ വെച്ച് ഹാറിയെ വീണ്ടും കാണുന്നു. ഇരുവരും പതിവ് പോലെ തർക്കിക്കുന്നു. അതിനിടെ ജിയുയി ഒരു കയറിൽ തട്ടി വീഴാനൊരുങ്ങുമ്പോൾ ഹാറി വീണ്ടും അദ്ദേഹത്തെ രക്ഷിക്കുകയാണ്. എന്നാൽ ഉടൻ തന്നെ ഒരു വലിയ വെളിപ്പെടുത്തൽ ഉണ്ടാവുകയാണ്. ഹാറി നമ്മുടെ ഹോസ്പിറ്റലിലെ പുതിയ നഴ്സാണെന്ന് അപ്പോഴാണ് ജിയുയി മനസ്സിലാക്കുന്നത്. നഴ്സ് യോം ഉടൻ തന്നെ താൻ 1 വയസ്സ് മൂത്തതാണെന്നും പറഞ്ഞ് സീനിയോറിറ്റി അപ്പോൾ തന്നെ സ്ഥാപിക്കുന്നു. അടുത്ത ദിവസം ഹാറിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നു. അവൾ മുമ്പ് ആൻസോങ് ആശുപത്രിയിലെ എമർജൻസി റൂം നഴ്സായിരുന്നു. നഗര ജീവിതത്തിൽ നിന്ന് ഒരു ഇടവേള എടുക്കാനാണ് അവൾ ദ്വീപിലേക്ക് വന്നത്. അതേസമയം തന്നെ പ്രതികരിക്കാതെ കഴിയുന്ന ക്യാൻസർ രോഗിയായ കിം ജിയോങ് ബേയെ സന്ദർശിക്കാൻ ജിയുയെയാണ് നിയോഗിക്കുന്നത്. കൂടെ പോകുന്നതോ ഹാരിയും. യാത്രക്കിടയിൽ ജിയുയുടെ പല ഭയങ്ങളും പുറത്തു വരുന്നു. ഫെറി ടെർമിനലിലെ ഇരുമ്പ് പാലത്തിലൂടെ നടക്കാൻ പോലും അവന് ഭയമാണ്. വഴിമധ്യേ ഒരു വിഷച്ചിലന്തി അവന്റെ വസ്ത്രത്തിനുള്ളിൽ കയറുന്നുണ്ട്. സാധാരണയായി ആരെയും അടുത്തേക്ക് വരാൻ അനുവദിക്കാത്ത ജിയുയി ഈ തവണ ഹാറിയോട് സഹായം ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ ചിലന്തിയെ സുരക്ഷിതമായി പുറത്തെടുത്തു കൊടുക്കുന്നു. ജിയോങ് ബേയുടെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ആരെയും ശ്രദ്ധിക്കാതെ പുക വലിച്ചുകൊണ്ടിരിക്കുന്നു. ജിയുയി മടങ്ങാൻ തയ്യാറാകുമ്പോൾ ഹാറി പുക വലിച്ചുകൊണ്ടിരിക്കുന്നതിന് അദ്ദേഹത്തെ ശക്തമായിട്ട് ചീത്ത പറയുകയാണ്. അതിൽ ദേഷ്യം വന്ന ജിയോങ് ബേ അവരെ ഭീഷണിപ്പെടുത്തുന്നു. പേടിച്ചുപോയ ജിയുയി ഒടുവിൽ ഹാറിയെ അവിടെ നിന്നും പിടിച്ചു വലിച്ചാണ് കൊണ്ടുപോകുന്നത്. രാത്രിയായപ്പോൾ അവർ വഴിതെറ്റുന്നു. ഇരുട്ടിനെയും കാട്ടുമൃഗങ്ങളെയും ഭയപ്പെടുന്ന ജിയുയെ ഹാരി ശ്രദ്ധിക്കുന്നുണ്ട്. ഭാഗ്യവശാൽ ചിയയോൺ എത്തി അവരെ സഹായിക്കുന്നു. അവരെയല്ല, ഹാറിയെ മാത്രം. ജിയുയെ അവിടെ നിർത്തി ഹാറിയെ മാത്രം കൊണ്ടുപോവുകയാണ് അവൻ. യാത്രക്കിടെ ഹാറിയുമായുള്ള തന്റെ ആദ്യ കണ്ടുമുട്ടലിനെ കുറിച്ച് ചിയയോൺ സംസാരിക്കുന്നു. റെസ്റ്റോറന്റിലെത്തിയ ഹാറിയും ചിയോയോണും ഞെട്ടിപ്പോവുകയാണ്. കാരണം ലിഫ്റ്റ് കിട്ടി ജിയുയി അവർക്ക് മുൻപേ അവിടെ എത്തിയിരുന്നു. പിന്നീട് റെസ്റ്റോറന്റിൽ ജാങ്സു ജിയുയെ ഒരു മദ്യപാന മത്സരത്തിന് വെല്ലുവിളിക്കുന്നു. ഗ്രാമത്തിൽ ആരാണ് സീനിയർ ആരാണ് ജൂനിയർ എന്ന് തീരുമാനിക്കുന്ന ഒരു മത്സരമാണത്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന മത്സരത്തിനൊടുവിൽ ജിയുയി വിജയിക്കുകയാണ്. ഇതിനു മുമ്പും ജിയുയി ഇത്തരമൊരു മത്സരത്തിൽ വിജയിച്ചിരുന്നുവെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. മത്സരത്തിൽ തോറ്റതിനു ശേഷം ജാങ്സു കോപത്തിൽ ഒരു കണ്ണാടി അടിച്ചു പൊട്ടിക്കുന്നു. മദ്യപിച്ചിരുന്നതിനാൽ ഉടൻ ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല എന്ന് ജിയുയി പറയുന്നത് കൊണ്ട് തന്നെ രാത്രി മുഴുവൻ കാത്തിരുന്ന് അടുത്ത ദിവസം ഹാറിയുടെ സഹായത്തോടെ മുറിവ് തുന്നിക്കെട്ടുകയാണ്. ചികിത്സ ലഭിച്ചിട്ടും ജാങ്സു വീണ്ടും പരാതിപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ഗ്രാമമുഖ്യനെത്തി അദ്ദേഹത്തെ ശാന്തനാക്കുകയാണ്. പിന്നീട് ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഹാറിയും ജിയുയും ജാങ്സുവിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ തോറ്റതും മദ്യപാന മത്സരത്തിലെ കിരീടം നഷ്ടമായതുമാണ് അദ്ദേഹത്തിന്റെ കോപത്തിന് കാരണമെന്ന് ഹാരി പറയുന്നു. ഈ സംഭാഷണം ജിയോങ് ബേയുടെ മനോനില മനസ്സിലാക്കാൻ ജിയുയെ സഹായിക്കുന്നുണ്ട്. അടുത്ത ദിവസം ജിയോങ് ബേയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രമേഹവും കാലിൽ ഒരു അസുഖമായ ഗ്രാംഗ്രെയിൻ ആരംഭിച്ചതുമാണെന്ന് അവർ കണ്ടെത്തുകയാണ്. ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. പക്ഷെ അദ്ദേഹം അത് നിരസിക്കുകയും തന്റെ മകളെ അറിയിക്കരുതെന്നും പറയുകയും ചെയ്യുന്നു. എന്നാൽ ജിയുയി അതിനോട് യോജിക്കുന്നില്ല.
ആ രാത്രി ഹാരി ആരോഗ്യ കേന്ദ്രത്തിൽ ജിയോയെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നു. അപ്രതീക്ഷിതമായി വാതിലിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുകയാണ് അവർ. ജിയോങ്ബെ തന്നെയായിരുന്നു അവിടെ എത്തിയത്. തന്റെ ജീവൻ രക്ഷിക്കണമെന്ന് അദ്ദേഹം അവരോട് അപേക്ഷിക്കുകയാണ്. കുടുംബത്തിന് തന്റെ മരണത്തോടെ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ഹാരി ഹൃദയസ്പർശിയായി സംസാരിച്ചതാണ് അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റിയതെന്ന് പിന്നീട് ജിയോയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അന്ന് രാത്രി മുഴുവൻ അവർ ജിയോങ്ബെയെ നിരീക്ഷിക്കുന്നു. രോഗികളുടെ വേദനയെക്കുറിച്ചും ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ജിയുയി സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ പരിക്കേറ്റ ഹാരിയുടെ കാലിലെ മുറിവും ജിയുയി ചികിത്സിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ജിയോങ്ബെയെ ചികിത്സയ്ക്കായി യാത്രയയക്കുന്നു. നന്ദി പറഞ്ഞ് അദ്ദേഹം പോകുന്നു. മടങ്ങി വരുന്ന വഴിയിൽ അദ്ദേഹത്തിന് കടൽ യാത്ര അസ്വസ്ഥതയ്ക്കുള്ള മരുന്ന് നൽകേണ്ടിയിരുന്നുവെന്ന് ജിയോയി തമാശയായി പറയുന്നു. എന്നാൽ ബോട്ടിൽ ജോലി ചെയ്യുന്ന ആളായതിനാൽ അതിന്റെ ആവശ്യമില്ലെന്ന് ഹാരി മറുപടി നൽകുന്നുണ്ട്. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഗ്രാമമുഖ്യൻ തന്റെ പിക്കപ്പ് ട്രക്കുമായി എത്തുന്നത്. ജിയോയുടെ മേൽ മാലിന്യം വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ ഒരു കള്ളൻ എന്ന് വിളിച്ച് ഗ്രാമമുഖ്യൻ ആക്രോശിക്കുന്നതോടെ എപ്പിസോഡ് അവസാനിക്കുന്നു. തന്റെ ജീവൻ രക്ഷിച്ചിട്ടും എന്തിനായിരിക്കും ജിയോയോട് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് കണ്ടറിയാം. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.